ഹലോ. നിമിഷപ്രിയയുടെ കാര്യം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തതാണ്. കാന്തപുരം ഇടപെട്ട് നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതാണ്. അവിടുത്തെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതാണ്. ഇത്രയും വിവരമാണ് നമ്മൾ അറിഞ്ഞത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന ഒരു പോസ്റ്റ് കാന്തപുരത്തിൻ്റെ പേജിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പം ആ പേജിലെ ആ വിവരം അവർ തന്നെ റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ആരാണ് കാന്തപുരത്തിന് വേണ്ടി അവിടെ സംസാരിച്ചതെന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരം ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. തലാലിൻ്റെ കുടുംബം തള്ളി, അത് തലാലിൻ്റെ സഹോദരനാണ് പറഞ്ഞത്. ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല, വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല എന്ന്. ഇവിടെ ഉള്ളൊരു കാഴ്ച ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ കാന്തപുരം ഇവിടെ പറഞ്ഞു നിമിഷപ്രിയയുടെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ തലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കയറി അനാവശ്യമായ രീതിയിൽ കുറേ കമൻറ്റുകൾ ഇട്ടിരുന്നു. ഒരുപക്ഷെ അത് അവിടെ ഉള്ളവർ കുറച്ചുകൂടി അവരുള്ളവരുടെ വികാരം കൂട്ടാനേ സഹായിക്കുള്ളൂ. കാര്യം നഷ്ടപ്പെട്ടത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സഹോദരനെയാണ്. അവൻ ചെയ്ത തെറ്റെന്താണോ ശരിയാണെന്താണോ എന്നുള്ളതെല്ലാം തീർന്നു. അവർക്ക് അവരെ സഹോദരനെ കൊലപ്പെടുത്തിയ വ്യക്തിയെ തിരിച്ചതുപോലെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ കുടുംബം നിൽക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഉള്ളവരെന്ത് ചെയ്യണം? അവരെ ഏതെങ്കിലും കഴിയുന്നത്ര രീതിയിൽ അവരെ ഒന്ന് ശാന്തമാക്കി അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് കാന്തപുരവും കുടുംബവും ശ്രമിച്ചത്. പക്ഷേ ഇവിടെ കാന്തപുരത്തിൻ്റെ എതിരെയുള്ള ചില ശത്രുക്കൾ, അത് കാന്തപുരത്തിനോടുള്ള ശത്രുത തീർത്തത് തലാലിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പോയി കുറേ കമൻറ്റുകൾ ഇട്ടിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ പുതിയ കുറേ ആൾക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ദൈവമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അതായത് തലാലിനെക്കാട്ടിയും അല്ലെങ്കിൽ അവരെക്കാട്ടിയും കൂടുതൽ വിഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ജന്മനാട്ടിലെ ഒരു വ്യക്തിക്ക് സംഭവിച്ച ദുരന്തത്തിൽ അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെക്കാട്ടി ഉപരി അവരുടെ ഉള്ളിലുള്ള മതത്തിനോടുള്ള എതിർപ്പ്, അവർക്ക് അവരെ മതത്തിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരവസരമായിട്ടാണ് ആളുകൾ ഇതിനെ ഉപയോഗിച്ചത്. നിമിഷപ്രിയെങ്കിൽ നിമിഷപ്രിയ, മറ്റൊരു വ്യക്തിയെങ്കിൽ മറ്റൊരു വ്യക്തി. എനിക്ക് കാന്തപുരത്തിനോടുള്ള വെറുപ്പ് അത് പുറത്ത് കാണിക്കാനുള്ള ആരിഫിൻ്റെ തന്ത്രം ഇവിടെ എത്തിച്ചത് വളരെ സമാധാനപൂർവ്വത്തിൽ നടക്കേണ്ടിയിരുന്ന ഒരു വിഷയം തീരെ അപകടം സംഭവിക്കുന്ന ലെവലിലോട്ട് മാറി. ആരിഫിനോട് ചോദിക്കണം, നിങ്ങൾ ഇത്രയും ശത്രുത കാണിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസി ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് മതവിശ്വാസങ്ങളില്ല, മതഭ്രാന്തില്ല, ശരി, ഇതെല്ലാം സമ്മതിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ 10, 50, 60 വർഷമായി സമൂഹത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതപണ്ഡിതൻ ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തിയെ, അതായത് കുറ്റം ചെയ്തു, നിമിഷപ്രിയ യമൻ പൗരനെ കൊന്നു എന്ന് നിമിഷപ്രിയ തന്നെ സമ്മതിച്ച ആ വ്യക്തി സാഹചര്യത്തിൽ അയാളെ തിരിച്ചു കൊണ്ടു പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അയാളുടെ മനസ്സിൽ തോന്നിയിട്ടല്ലേ? ഇപ്പം മതഭ്രാന്ത് ഉള്ളവനാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഹൂതി ബന്ധമുണ്ട്, ഇവൻ അപകടകാരിയാണെന്നൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് വഴി ഇപ്പം അസ്ഥിരമായിരിക്കുന്നത് നിമിഷപ്രിയയുടെ നാട്ടിലോട്ടുള്ള വരവാണ്. വർഷങ്ങളായി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അതികഠിനമായ രീതിയിൽ തന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവർ പറയുന്നത് വധശിക്ഷയാണ്. ഒരു ജീവനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, എന്നാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ യമൻ പൗരനെ നമുക്ക് തിരിച്ച് ജീവൻ കൊടുക്കാമായിരുന്നു. ഇല്ല, നിമിഷപ്രിയയുടെ ജീവൻ നഷ്ടപ്പെട്ടാലും യമൻ പൗരനെ തിരിച്ച് ജീവൻ കിട്ടില്ല. അപ്പം നിമിഷപ്രിയയ്ക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി, ജീവിതമല്ല ഒരു ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ കാന്തപുരത്തിൻ്റെ ശ്രമങ്ങളെയാണ് ഇവിടെ തടഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തപുരം ജയിക്കാൻ പാടില്ല. ഇപ്പം കാന്തപുരം ഇടപെട്ട് നിമിഷപ്രിയ നാട്ടിലെത്തിച്ചു, കാന്തപുരത്തിൻ്റെ ശക്തി എന്ന് പറയാം, അത് പാടില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് മറ്റൊരു രാജ്യത്തിൽ ഇടപെട്ട് സംസാരിച്ച് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് പ്രാവർത്തികമാകാൻ പാടില്ല. ഒരു പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ ഇത്രയധികം എന്തിൻ്റെ പേരിലായാലും ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ മോചനം എന്നല്ല ഇവിടെയുള്ള ഒരാവശ്യം, സ്വന്തം സ്വാർത്ഥ ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം അതിർ വരുമ്പോൾ ഒരു അങ്ങറ്റം വരെ എത്തിയിട്ട് ഈ നിമിഷപ്രിയയുടെ മോചനം നമുക്ക് പെട്ടെന്ന് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും നടക്കാതായത്. ആരിഫിനോടും ആരിഫിൻ്റെ കൂട്ടാളികളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഏത്തിസോ
മതമില്ലായ്മയും ഇല്ല, ആരിഫ് ഒരിക്കലും ഏത്യസമല്ല. ആരിഫിന് ഇസ്ലാം മതത്തിനോടാണ് എതിർപ്പ്. ശരി, നിങ്ങൾ ഇസ്ലാം മതത്തിനോടുള്ള എതിർപ്പ് കാണിച്ചോളൂ, പക്ഷേ ഇസ്ലാം മതവിശ്വാസികളോടുള്ള എതിർപ്പ് കാണിക്കരുത്. കാര്യം ഇസ്ലാം മതത്തിൻ്റെ പണ്ഡിതനായ കാന്തപുരത്തിനോടുള്ള ശത്രുത തീർക്കാൻ നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ ബലിയിടാൻ പോകുന്നത് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം അവരുടെ കുടുംബമാണ്. ഇത്രയും വർഷം ജയിലിൽ കിടന്നു, കഠിനമായ ശിക്ഷ അനുഭവിച്ചു. ഇനി അവർക്ക് മരണമൊന്നും ഭയമില്ലാതായി, ശരി തന്നെയാണ്. എങ്കിലും നമ്മുടെ നാട്ടിലൊരു കുട്ടി മരിക്കണ്ട എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ ഒരു വഴിയുള്ളപ്പോൾ അതിനെ തടയുന്ന രീതിയിൽ ഇങ്ങനത്തെ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി എന്താണ് നിമിഷപ്രിയയുടെ ഭാവി എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും തലാലിൻ്റെ കുടുംബം ഇനി കുറച്ച് കൂടുതൽ ശക്തമായി തന്നെ നിൽക്കും. നിമിഷപ്രിയ നാട്ടിലേക്ക് എത്തിക്കില്ല എന്ന് കരുതി ഇനിയെല്ലാം നമുക്കിനി കണ്ട് കാത്തിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്താണ് പറയുക, നാളെ നടക്കേണ്ട മരണം ഇന്നേ ആക്കി കൊടുക്കുന്ന ആൾക്കാരാണ് നമുക്കുള്ളത്. കുറച്ച് ദിവസം കൂടി നീട്ടി കിട്ടുമായിരുന്ന അവസരം കൂടി നഷ്ടപ്പെടുത്തി. ഇനി എന്തായാലും നമുക്കറിയാം. പക്ഷേ ഒരു നാടിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ പക ഉപയോഗിച്ച് ഒരു നാടിനെയും നാട്ടുകാരെയും അതുപോലെ തന്നെ ഒരു ഭാഗത്തെ എല്ലാവരെയും അടുത്തുള്ള നിങ്ങൾ എതിർപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. തികച്ചും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഇത് രാഷ്ട്രീയത്തെക്കാട്ടി ഉപരിയുള്ള സ്വാർത്ഥ ലക്ഷ്യങ്ങളാണ്. ഇതൊക്കെയാണ് ഒരു നാടിനെ തന്നെ അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ എന്താണ് പറയുന്നത്, ഒരു സാധാരണഗതിയിലുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ തകിടം മറിക്കാൻ കഴിയും ചിലരുടെ പ്രവൃത്തികളെന്ന് പറയുന്നത്.